നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്? ടു എക്വിപ്പ് ദ എംപ്ലോയീസ് ടു അണ്ടർടേക്ക് ദ സ്പെസിഫൈഡ് ടാസ്ക് ആൻഡ് ജോബ്. അതായത് ട്രെയിനിങ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ദി എംപ്ലോയീസ്. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് എന്നുള്ളത് ഓർത്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് ദ കീ ടു പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ശരിക്കുള്ളൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ടു എക്വയർ നോളജ് ആൻഡ് സ്കിൽ റിക്വയർഡ് ഫോർ ദ ജോബ് ആൻഡ് ദസ് ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി. പിന്നെ പറയുന്നത് ഇംപ്രൂവ്സ് ക്വാളിറ്റി. അതായത് ശരിക്കും ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് വർക്ക് വിൽ ബി ഗ്രേറ്റർ എന്നാണ് പറയുന്നത്. പിന്നെ തേർഡ് വൺ, ഇറ്റ് ഡെവലപ്സ് ഓർഗനൈസേഷൻ കൾച്ചർ. അതായത് എംപ്ലോയീസ് ഫെമിലറൈസസ് ഹിംസെൽഫ് വിത്ത് ഓർഗനൈസേഷൻ, ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രക്ചർ, ഓപ്പറേഷൻസ്, റൂൾസ് എക്സെട്ര. അപ്പോൾ ട്രെയിനിങ് ഡെവലപ്സ് ഓർഗനൈസേഷൻ കൾച്ചർ എമംഗ് എംപ്ലോയീസ്. പിന്നെ ഒന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. സോ ഇറ്റ് ഗീവ്സ് ആൻ എംപ്ലോയീസ് ഓപ്പർച്യൂണിറ്റി ടു എക്വയർ ന്യൂ ടെക്നോളജി ആൻഡ് skills. Okay, employees are motivated and they want to achieve higher positions in the organization. Then വേറൊരു ഇത് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഇംപ്രൂവ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതായത് ട്രെയിനിങ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഗ്രേറ്റർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പെർഫോമൻസ് ഓഫ് ജോബ് എന്നാണ് പറയുന്നത്. ദെൻ റെഡ്യൂസസ് കോസ്റ്റ്. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, റെഡ്യൂസസ് സൂപ്പർവിഷൻ കോസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഇറ്റ് റെഡ്യൂസസ് മാൻ പവർ ഒബ്സലസൻസ്. അങ്ങനെ പറഞ്ഞാൽ വർക്കേഴ്സ് ആർ ഗിവൺ ട്രെയിനിങ് ഓൺ ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ് അണ്ടർ എ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം വർക്കേഴ്സ് മേ റെസിസ്റ്റ് ചേഞ്ചസ് ബട്ട് വെൻ ദേ അണ്ടർഗോ സ്പെസിഫിക് ട്രെയിനിങ് പ്രോഗ്രാംസ് ദേ അക്കോമഡേറ്റ് എന്നാണ് പറയുന്നത്. ദസ് ട്രെയിനിങ് ഹെൽപ്സ് എംപ്ലോയീസ് ടു അപ്ഡേറ്റ് ദിയർ നോളജ് ആൻഡ് അബ്സോർബ് ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒബ്സലസൻസ് കുറവായിരിക്കും. ഓക്കെ, നമ്മൾ കടക്കാൻ പോണത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ് ആണ് നോക്കാൻ പോണത്. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ട്രെയിനിങ് ഓഫേഴ്സ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ശരിക്കും ട്രെയിനിങ്ങിനെ കൊണ്ട് രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണത്. അതായത് ടു ദ ഓർഗനൈസേഷൻ, ടു ദി എംപ്ലോയീസ്. നമ്മൾ ആദ്യം നോക്കാൻ പോണത് എന്തൊക്കെ ഗുണങ്ങളാണ് ഓർഗനൈസേഷനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുന്നത്? ട്രെയിനിങ് ഇൻക്രീസസ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ ദറ്റ് ഈസ് ആഫ്റ്റർ ട്രെയിനിങ് ദ എഫിഷ്യൻസി ഓഫ് ആഫ്റ്റർ ട്രെയിനിങ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയി ഇസ് ഇംപ്രൂവ്ഡ്. അതായത് അയാൾക്ക് അയാളുടെ ഡ്യൂട്ടീസ് എന്താക്കാൻ പറ്റുന്ന പറയുന്നത് ഹി ക്യാൻ ഡു ഇറ്റ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ ബിഫോർ. സോ ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. വേറെ ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വേസ്റ്റേജ് കുറയ്ക്കുന്നു, സൂപ്പർവിഷൻ കോസ്റ്റ് കുറയും. അതിൻ്റെ ഫലമായിട്ട് പ്രോപ്പർലി ട്രെയിൻഡ് എംപ്ലോയി ക്യാൻ ഹാൻഡിൽ മെറ്റീരിയൽസ് ആൻഡ് മെഷീനറി പ്രോപ്പർലി എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരിയഡ്. ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പ്രോഗ്രാം ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ ട്രെയിനിങ്. ദേ നീഡ് നോട്ട് വേസ്റ്റ് ദിയർ ടൈം ആൻഡ് എഫേർട്ട് ഇൻ ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നാണ് പറയുന്നത്. ദെൻ കംസ് ലെസ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് സൂപ്പർവിഷൻ ടൈം ക്യാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദെർബൈ റെഡ്യൂസിങ് ഓവറോൾ കോസ്റ്റ്. ദെൻ ഹയർ എംപ്ലോയി മൊറൈൽ. അതായത് പ്രോപ്പർ ട്രെയിനിങ് ഹെൽപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അമംഗ് എംപ്ലോയീസ്. സോ ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ആൻഡ് ദസ് ഇറ്റ് ഇൻക്രീസസ് ദ മൊറൈൽ ഓഫ് എംപ്ലോയീസ്. ദെൻ റിഡക്ഷൻ ഇൻ എംപ്ലോയി ഗ്രിവാൻസസ്. അതായത് അവരുടെ പരാതികളൊക്കെ വളരെ കുറവായി മാറും ട്രെയിനിങ് കിട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട്. അതായത് എംപ്ലോയി ഗെറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻറ്റേർണൽ പ്രൊമോഷൻ. സോ ട്രെയിനിങ് റെഡ്യൂസസ് ദിയർ ഗ്രിവാൻസസ് എന്നാണ് പറയുന്നത്. ദെൻ കംസ്
വേറെ ഏതാ, റിഡക്ഷൻ ഇൻ ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. അതായത് മെജോറിറ്റി ഓഫ് ആക്സിഡൻറ്റ്സ് ഇസ് ഒക്കറിങ് ഡ്യൂ ടു ഫോൾട്ടി ഹാൻഡ്ലിംഗ് ഓഫ് മെഷീൻസ് ആണ്. അപ്പോൾ ഒരു ട്രെയിനിങ് കഴിയുന്നതോടെ എംപ്ലോയി വിൽ ബി കെയർഫുൾ ഇൻ യൂസിങ് മെഷീൻസ് ആൻഡ് ടൂൾസ് ആൻഡ് ദെയർ ബൈ പ്രിവെൻറ്റ്സ് ആക്സിഡൻറ്റ്സ്, മെഷീൻ ഫെയിലിയേഴ്സ് എക്സെട്ര. ദെൻ റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. അതായത് ട്രെയിൻഡ് എംപ്ലോയീസിന് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്, ദേ അറ്റൈൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ടേൺ ഓവർ, ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ഓക്കെ, അതായത് എംപ്ലോയീസ് പിന്നെ അങ്ങനെ വിട്ടുപോവോ അങ്ങനെ ആബ്സെൻ്റ് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ദെൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, അതായത് ട്രെയിനിങ് ഹെൽപ്സ് ടു എക്വയർ മോർ നോളജ് ആൻഡ് സ്കിൽസ്, ദെയർഫോർ ട്രെയിൻഡ് എംപ്ലോയീസ് ക്യാൻ ഗ്രോ ഫാസ്റ്റർ ഇൻ ദിയർ കരിയർ എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയീസ് ക്യാൻ പ്ലാൻ ദിയർ കരിയർ ആൻഡ് ട്രെയിനിങ് ഹെൽപ്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. ദെൻ ബെറ്റർ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ട്രെയിനിങ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ക്ലൈമറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇസ് ഇംപ്രൂവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ക്യാൻ ബി ഫോളോഡ്. അതായത് എല്ലാം എംപ്ലോയർ പറയുന്നത് തന്നെ കേട്ടിരിക്കണം എന്നില്ല. ട്രെയിൻഡ് എംപ്ലോയീസ് ആണ്, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ദെയർ സജഷൻസ്. സോ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഫോളോഡ്. അതായത് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഈസ് ഓൾസോ പോസിബിൾ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബെറ്റർ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് പറഞ്ഞു. ദെൻ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. An organization having regular training program can fulfill the future requirements of personnel from internal sources. അതായത് ഇപ്പോൾ ട്രെയിനിങ് കിട്ടി എല്ലാവരും ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ നോളജ് ആൻഡ് സ്കിൽസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇൻറ്റേർണൽ മൊബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അവർക്ക് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഇൻറ്റേർണൽ സോഴ്സസ് തന്നെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ടു ദി ഓർഗനൈസേഷൻ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ് എന്നുള്ളത്. അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്തൊക്കെയാണ് ഗുണം എംപ്ലോയിക്ക് വരുന്നത്. ഫസ്റ്റ് വൺ, എംപ്ലോയിക്ക് എന്ത് കിട്ടി, ഹെൽപ്സ് ടു എൻഹാൻസ് സെൽഫ് കോൺഫിഡൻസ് അമംഗ് ദി എംപ്ലോയീസ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പം ദേ എക്വയർ നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് മേക്ക് ദം മോർ എഫിഷ്യൻറ്റ്. അതോടുകൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി വാട്ട് ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ്. പിന്നെ പറയുന്നത് ട്രെയിൻഡ് എംപ്ലോയി ക്യാൻ പെർഫോം ദിയർ ജോബ് ഇൻ എ ബെറ്റർ വേ കമ്പയർഡ് വിത്ത് അതേഴ്സ്. സോ ദേ ക്യാൻ ഏൺ മോർ മണി എന്ന്, അതായത് എഫിഷ്യൻസി കൂടുന്നു പറഞ്ഞല്ലോ. സോ ദേ ക്യാൻ ഏൺ മോർ ആൻഡ് മോർ എന്താ പറയുക മണി. ദെൻ എൻ എംപ്ലോയി ക്യാൻ ഹാൻഡിൽ മെഷീൻസ് ഈസിലി. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻസൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഹി ഈസ് ഓൾസോ ഏബിൾ ടു അഡോപ്റ്റ് എ നമ്പർ ഓഫ് സേഫ്റ്റി മെഷേഴ്സ്. അതായത് അവരുടെ സുരക്ഷ അവർക്ക് ഉറപ്പിക്കുക. കാരണം മെഷീനെ കുറിച്ചിട്ടും മെഷീൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും കൃത്യമായൊരു ധാരണ വന്നൊരു എംപ്ലോയി ആണെങ്കിൽ ദേ ക്യാൻ അഡോപ്റ്റ് എ നമ്പർ ഓഫ് സേഫ്റ്റി മെഷേഴ്സ്. ദെൻ ട്രെയിനിങ് എനേബിൾസ് എ വർക്കർ ടു അഡോപ്റ്റ് ന്യൂ അസൈൻമെൻറ്റ്. ഇനി ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ് എല്ലാത്തിനെക്കുറിച്ചും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏത് ടൈപ്പ് ഓഫ് അസൈൻമെൻറ്റ് എന്ത് കിട്ടിയാലും അതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവും. ഓക്കെ, ദെൻ ട്രെയിനിങ് ഹെൽപ്സ് ഹിം ടു ഒബ്റ്റെയിൻ പ്രൊമോഷൻ ക്വിക്ക്ലി. അതായത് എന്താക്കാൻ പറ്റുന്ന പറയുന്നത്, അവർക്ക് പെട്ടെന്ന് എന്താക്കാം, എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് പ്രൊമോഷൻ ആൻഡ് ഇൻക്രീസസ് ഇൻ സാലറി ആൻഡ് ഇൻസെൻറ്റീവ്സ്. ഓക്കെ, then training helps to acquire new sophisticated technologies which are helpful to perform duties scientifically. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പുതിയ ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ട്രെയിനിങ്ങിലൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവുന്ന പറയുന്നത്, അവരുടെ ഡ്യൂട്ടീസൊക്കെ സയൻറ്റിഫിക് വേയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് എൻ എംപ്ലോയി ടു ഹാൻഡിൽ സ്ട്രെസ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. Then last one is it helps the employees in making better decisions and solving problems effectively. ചുരുക്കി പറഞ്ഞാൽ ട്രെയിനിങ് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇറ്റ് ഡെവലപ്സ് ദി ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് മേക്സ് ദി എംപ്ലോയി മോർ ലോയൽ ടു ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. ഇനി നമ്മൾ ട്രെയിനിങ് പ്രോസസ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.